വളരെ സന്തോഷം തോന്നുന്നു. ലോട്ട് ഓഫ് ഹാൻസം ആൻഡ് ബ്യൂട്ടിഫുൾ ഫേസസ് ഔട്ട് ദെയർ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ സെലിബ്രേഷൻ സിനിമയിൽ വളരെ റെയറാണ് തോന്നുന്നു അല്ലേ? ടെക്കീസിൻ്റെ ഇത്രയും ദിവസത്തെ സെലിബ്രേഷനൊക്കെ നമ്മൾ സിനിമയിൽ ഷൂട്ടിങ്ങിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ റീക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു ടെക്കി ആയിരുന്നെങ്കിൽ. ടെക്കീസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് സിനിമയിൽ വന്നിരുന്നെങ്കിൽ ഇരുന്നാക്കരെ പച്ച. സോ എനിവേസ് ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് സെലിബ്രേഷൻ. പിന്നെ കൂവല് കേട്ട് തിരിഞ്ഞു നോക്കി ഫ്രണ്ടിലേക്ക് നോക്കിയപ്പോൾ സാഹിത്യത്തിൻ്റെ പോസ്റ്ററും കണ്ടു. ബട്ട് ഐ ഹോപ്പ് ഇറ്റ് ടേൺസ് ദി അതർ വേ റൗണ്ട്. കാരണം വളരെ പോസിറ്റീവായ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, എൻ്റർടൈനിങ് ആയ ഒരു സിനിമയാണ് സാഹസം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ബിപിൻ കൃഷ്ണ, അതിൻ്റെ ഡയറക്ടർ റൈറ്ററുടെ, ഹി ഈസ് ദ മാസ്റ്റർ brain behind this, and he's done an amazing work, and including all of us. So happy to be here. നിങ്ങൾ ഇവിടുന്ന് ഐ ഹോപ്പ് ഇതൊരു നല്ല നിമിത്തമായി തുടരട്ടെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. ഒരു ഫസ്റ്റ് ലുക്ക് ലോഞ്ച് ഇവിടെ വെച്ച് ലോഞ്ച് ചെയ്തു. സോ ലെറ്റ് ദിസ് ബിക്കം എ ബിഗ് ഹിറ്റ്, സോ ദാറ്റ് അതൊരു ഇനിയും ഒത്തിരി പടങ്ങൾ ഇവിടെ വന്ന് ലെറ്റ് us try to celebrate. അധികം സന്തോഷമുണ്ട്. കാരണം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയിന് ശേഷം ഞാൻ അടുത്തത് എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൽ മികച്ച ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തം ഡയറക്ടർ ബിപിൻ ചേട്ടൻ എൻ്റെ അടുത്ത് കഥ നറേറ്റ് ചെയ്യുന്നതും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ കഥ തോന്നിയതും. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ കമ്മിറ്റ് ചെയ്യാൻ ഫസ്റ്റ് റീസൺ ഈസ് ദ സ്റ്റോറി ആൻഡ് ബിപിൻ ചേട്ടൻ. സോ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. എനിക്ക് ഭയങ്കര പേഴ്സണലി നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആണെങ്കിലും. കാരണം ഒരു 10 ദിവസത്തോളം രാത്രിയിൽ നൈറ്റ് ഷൂട്ടും കാര്യങ്ങളും എല്ലാം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. സോ നിങ്ങൾക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ഗേൾ ഫ്രണ്ട്, ഐ മീൻ സിനിമയിൽ എൻ്റെ ഗേൾ ഫ്രണ്ട് ഗൗരി സംസാരിക്കും. താങ്ക് യു. സോ ഇതിൽ നമുക്ക് നല്ല അടിപൊളി ഡാൻസ് എല്ലാം കാണാൻ വേണ്ടി സാധിക്കുമോ? അതോ ഫൈറ്റ് സീൻസോ അതൊക്കെയാണോ കൂടുതൽ ഡാൻസ് ഉണ്ടാകോ? എങ്ങനെയാണ്? ഇതിലും ഡാൻസ് ഇല്ല ഗൈസ്. ഓക്കെ, ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. സോ മൂവിങ് ഓൺ ടു ദി വെരി ബ്യൂട്ടിഫുൾ ഗൗരി കുറേയധികം അല്ലെ തമിഴ് മൂവീസിലൂടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മലയാളി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഓൾസോ ഈ ഒരു മൂവിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച്. ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. എല്ലാവരും കുറച്ച് ടയേർഡാണോ അതോ ഇങ്ങനെയാണോ? നിങ്ങൾ കുറച്ച് ക്വയറ്റ് ആയിട്ടുള്ള പോലെ തോന്നുന്നു. എനിവേ, മോഷൻ പോസ്റ്റർ ഇഷ്ടമായോ? അതാണ് ആദ്യം ചോദിക്കുന്നത്. ഹൗ വാസ് ദ ഇഷ്ടമായോ? സാഹസം ഭയങ്കര ഒരു ഫൺ മൂവിയാണ്. എനിക്ക് ഇതിൻ്റെ കഥ കേട്ടപ്പോഴും മലയാളത്തിൽ ഇനിയും അധികം പ്രോജക്ട്സ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എൻ്റെ കഴിഞ്ഞ റിലീസ് ജസ്റ്റ് കഴിഞ്ഞ് റംസാൻ പറഞ്ഞല്ലോ അടുത്ത് എന്താണ് വരാൻ പോകുന്നത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് സാഹസത്തിൻ്റെ കഥ ബിപിൻ എന്നോട് പറഞ്ഞത്. എൻ്റെ കരിയറിൽ ഏറ്റവും പെട്ടെന്ന് എടുത്ത ഡിസിഷനായിരുന്നു സാഹസം ചെയ്യണം എന്നത്. സോ ഇപ്പോൾ ഇന്ന് കേട്ടെങ്കിൽ മറ്റന്നാൾ ഷൂട്ട് തുടങ്ങി, അത്രയും പെട്ടെന്നായിരുന്നു. സോ ഇറ്റ് ഇസ് ലൈക്ക് എല്ലാം റെഡി ആയിരുന്നു, ഞാൻ അങ്ങോട്ടൊന്ന് പോയാൽ മതി, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് ഒരു നിമിത്തം പോലെ പെട്ടെന്ന് ഒരു ലക്ക് വന്ന പോലെ തന്നെയായിരുന്നു. ഇത്രയും ഫണ്ണായിട്ടുള്ള, ഇത്രയും ഈസി ടു വർക്ക് വിത്ത്, ഒരിക്കലും പണിയെടുക്കുന്ന പോലെ തോന്നുന്നില്ല. വീട്ടിൽ പോകും. കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമാണിത്. സാഹസം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് ഈ പ്രോജക്റ്റിനെ പുറകെ നടക്കുവാണ്. 21 ഗ്രാംസിൽ ബിബി എന്തോ അബദ്ധം പറ്റി വിളിച്ചാണ്. അതിനുശേഷം ഞാൻ വിടാതെ പിന്തുടർന്ന ഒരാളാണ് ബിപിൻ. ഇങ്ങനെ പടം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്ത് വന്നു കഴിഞ്ഞാലും എവിടെ ഈ അറ്റത്തോ മൂലയ്ക്കോ നിൽക്കുന്നൊരു വേഷം നന്നാ മതി എന്ന് പറഞ്ഞ് ഈ കഥയുടെ തുടക്കം മുതൽ തന്നെ ബിപിൻ്റെ കൂടെ നിന്ന് ഈ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്ത ഒരാളാണ്. സോ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പിന്നെ പോസ്റ്റർ അല്ലെങ്കിൽ മോഷൻ പോസ്റ്റർ ഇവിടെ ഇൻഫോ പാർക്കിൽ ഇവരെല്ലാവരും IT ആയിട്ട് വളരെ ബന്ധമുള്ള ആൾക്കാരാണ്. എനിക്ക് ഒരു ബന്ധവുമില്ല. ആകെയുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻഫോ പാർക്കിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്.
ഞാൻ നിങ്ങളെയൊക്കെ രാവിലെ കാണും, ഉച്ചയ്ക്ക് കാണും. എനിക്ക് ഒത്തിരി വിമാർട്ട് മേറ്റ്സ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രോസറി വാങ്ങിക്കാൻ പോകുമ്പോൾ കാണുന്ന ആൾക്കാരുടെ തൊട്ടപ്പുറത്ത് ചായ കുടിക്കാൻ, വഴിയോരത്ത് ചായ കുടിക്കാൻ കാണുന്നവരൊക്കെ ഉണ്ട്. സോ എനിക്ക് കുറേ പേരെയൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഞാൻ ഒരുപാട് സന്തോഷത്തിലും അതിനേക്കാളിലും വലിയൊരു അപേക്ഷയിലും പറയുകയാണ്. ഇത് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ പോയി കാണുന്ന ഇതൊരു വലിയ കമ്മ്യൂണിറ്റിയാണെന്ന് ഗൗരി പറഞ്ഞു. സോ നിങ്ങൾ കയറിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പ്രൊഡ്യൂസർ നിങ്ങളിൽ ഒരാളായ റിനീഷേട്ടന് ഒത്തിരി 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 സന്തോഷമാവും ഇൻ ടേംസ് ഓഫ് ക്യാഷ്. അപ്പോൾ ഇതിൽ ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് വിശ്വസിച്ചേൽപ്പിച്ച ബിബിന് ഈ ആയിരങ്ങളെ സാക്ഷി നിർത്തി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. തോട്ട് മൈൻഡ്സ് എന്നുള്ള കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു IT കമ്പനി മുതലാളിയുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അദ്ദേഹം പരിമിതികൾക്കുള്ളിൽ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ കമ്പനിയെ പറ്റിയും 2 വാക്ക് എടുത്തു പറയണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തോട്ട് മൈൻഡ്സ്, നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി, ബെറ്റർ സാലറി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് റിനീഷ്. എന്തുണ്ടെങ്കിലും എൻ്റെ റെഫറൻസാന്ന് പറഞ്ഞാൽ മതി. ആൻഡ് ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ. നിങ്ങളെല്ലാവരും ഇങ്ങനെ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിൽ, ഈ ഒരു സ്പേസ് വിട്ടു തന്നതിൽ ഒത്തിരി 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 സന്തോഷം. എല്ലാവരും പറയുന്ന പോലെ ഒരു കുഞ്ഞു സിനിമയാണ്. നിങ്ങളത് പറഞ്ഞ് നിങ്ങൾ തിയേറ്ററിൽ കണ്ട് ഒരു വലിയ സിനിമയാക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ നോക്കട്ടെ, ഇൻഫോ പാർക്കുകാർക്ക് പിന്നെ IT-കാർക്ക് ഐശ്വര്യം ഉണ്ടോ നോക്കട്ടെ. ഞങ്ങളുടെ ആദ്യത്തെ ഒഫീഷ്യൽ കോണ്ടന്റ് റിലീസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ടായിരിക്കണം ഞങ്ങളുടെ സിനിമയുടെ ഐശ്വര്യം തുടങ്ങേണ്ടത്. സോ ഞങ്ങളുടെ സിനിമയുടെ എല്ലാ ഐശ്വര്യവും ഞങ്ങൾ നിങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ച നടക്കാത്തതായിട്ട് ഒന്നുമില്ലെന്ന് എനിക്കറിയാം. എത്രയോ ആൾക്കാർ എത്രയോ കാര്യങ്ങൾ വീട്ടിലെ ലാപ്ടോപ്പിൽ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഇവരൊക്കെ പറഞ്ഞു ഇടയ്ക്ക് IT-കാരനാണെന്ന്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. കാര്യം നിങ്ങൾ പെടുന്ന പെടാപ്പാട് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് എന്നാലും ഒത്തിരി ഒത്തിരി സന്തോഷം. സാഹസം ഒരു വലിയ ഹിറ്റായിട്ട് എനിക്ക് തോന്നുന്നു. ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന് അതിൻ്റെ സന്തോഷം നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാഹസം ഗൗരി പറഞ്ഞ പോലെ തന്നെ വളരെ പെട്ടെന്ന് ഇന്ന് രാത്രി വിളിച്ച് പിറ്റേ ദിവസം ഷൂട്ടിന് പോയ ഒരു മൂവിയാണ്. അത്രയും പെട്ടെന്ന് എടുത്ത, അല്ലെങ്കിൽ ഇതിലേക്ക് അങ്ങനെയാണ് എത്തിയത്. സാഹസം ഈ പോസ്റ്റർ കാണുന്ന പോലെ തന്നെ വളരെ കളർഫുള്ളായിട്ട് കുറേ ലേയേഴ്സ്, കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ കാണുക. ഈ ഒരു വലിയ കമ്മ്യൂണിറ്റി നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു. ഈ കമ്മ്യൂണിറ്റി ആയിട്ട്, അല്ലെങ്കിൽ IT ടെക്കീസായിട്ട് എനിക്ക് ബന്ധമുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ജീവ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. രാത്രി ഉറക്കം കളഞ്ഞ് സീസൺ ആകുമ്പോഴുള്ള ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ടൈമാണല്ലോ ഇത് മാക്സിമം എൻജോയ് ചെയ്ത് ഞങ്ങളധികം ഇതുപോലെ ഇതിൽ വന്ന് ഇടപെടുന്നില്ല. ഞങ്ങൾ ഇവർ പറഞ്ഞ പോലെ തന്നെ വേഗം ഞങ്ങൾ പോവാണ്. അപ്പോൾ പോസ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തിയേറ്ററിലും അതുപോലെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ 3ാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ 21 grams സവിത പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2ാമത്തെ സിനിമ ഫീനിക്സ്. ഈ സിനിമയാണ് ആക്ച്വലി ഞാനും ബിബിനും ഫസ്റ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ. ഇത് നമ്മുടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന 3 ആൾക്കാരുടെ സിനിമയാണ്. അതിനകത്ത് ഒരാളാണ് റംസാൻ, ബാക്കി 2 പേരും ഇന്നിവിടെ വന്നിട്ടില്ല. സോ ഈ സിനിമയ്ക്കകത്ത് ഇപ്പോൾ ബിബിനാണെങ്കിൽ എന്നെ കുറച്ച് പേർക്ക് അറിയായിരിക്കും. ഞാൻ തോട്ട് മൈൻഡ്സിൻ്റെ CEO ആണ്. ബിഫോർ ദാറ്റ് ഐ വാസ് CTO ഓഫ് റാപ്പിഡ് വാല്യൂ. പിന്നെ ബിബിൻ TCS വർക്ക് ചെയ്യുന്നു. സോ ആൻഡ് ബാക്കി 2 പേർ, ഒരാൾ UST എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ UST വർക്ക് ചെയ്യണത്. ആൻഡ് നമ്മൾ ഓഡീഷൻ ചെയ്തപ്പോഴും ഇൻഫോ പാർക്കിലുള്ള ഒരു 5-6 പേര് ഈ സിനിമയ്ക്കകത്ത് അല്ലാണ്ട് അഭിനയിക്കുന്നുണ്ട്, വേറെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. സോ ഇത് consider this as your movie. Please do watch in theaters. Help us in pass on this word about Sahasan to your friends, and talk that it's one among our guys produced and directed and acted in these movies. Thank you. കുറച്ചും കൂടി എൻ്റർടൈനിങ് ആയിട്ടുള്ള, കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള, കുറച്ചും കൂടെ ഒരു സെലിബ്രേഷൻ മോഡലുള്ള ഒരു സിനിമ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തു. ഓഫ് കോഴ്സ് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വീണ്ടും IT തന്നെ വന്നു. അപ്പോൾ ഒരു IT-കാരുടെ കഥ പറയാം, കുറച്ചും കൂടി പെപ്പി ആയിട്ടുള്ള, കളർഫുൾ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ മോഡലുള്ള ഒരു IT-കാരുടെ പടം ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഞാനും റിനീഷും എൻ്റെ വളരെ ഏർലി സ്റ്റേജിലുള്ള ത്രെഡ് മുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ പ്രോജക്റ്റ് വലുതാകാൻ തുടങ്ങി. വി ഹാവ് ലോട്ട് ഓഫ് പീപ്പിൾ നൗ. നമുക്ക് ഒരുപാട് കിഡിലൻ ടാലൻറ്റുകൾ ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഉണ്ട്. എല്ലാവരും കൂടെ 46 ദിവസത്തെ ബാക്ക് ഷൂട്ടിൽ അത്യാവശ്യം നന്നായിട്ട് ഇതിൽ ഔട്ട് വന്നിട്ടുണ്ട്.
and we have a lot of work ahead, like the editing നടക്കുന്നു, the music നടക്കുന്നു. We have Vibin Ashok here, മന്ദാകിനിയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വട്ടയപ്പം എന്ന പാട്ടൊക്കെ മ്യൂസിക് ആൽബി ചേട്ടൻ അവിടെ എൻ്റെ ക്യാമറ ചെയ്ത കിരൺ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എഡിറ്റിംഗ്. അപ്പോൾ അവരുടെയൊക്കെ കയ്യിലാണ് ഇപ്പോൾ സിനിമ ഇരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി ബൈ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് വിൽ ബി ഏബിൾ ടു ഹിറ്റ് ദ സ്ക്രീൻസ്. അപ്പോൾ അതിൻ്റെ പബ്ലിക്കിലേക്കുള്ള ഫസ്റ്റ് ലോഞ്ചാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. അപ്പം അത് നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ വെക്കണം. കാരണം ഇതൊരു ഐ ടിക്കാരുടെ സിനിമയാണ്, ഐ ടിക്കാരുണ്ടാക്കിയ സിനിമയാണ്, ഐ ടിക്കാരുടെ കഥ പറയുന്ന സിനിമയാണ്. ഇവിടെ ഇൻഫോ പാർക്കിലും സ്മാർട്ട് സിറ്റിയിലും ഷൂട്ട് ചെയ്ത സിനിമയാണ്. സോ ഓൺലൈനിൽ വിടുന്നതിൻ്റെ കൂടെ തന്നെ ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഇതാണെന്ന് തോന്നുന്നു. ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് അസ് ഹിയർ. ആൻഡ് റിനീഷ് ചേട്ടനും ആൻഡ് ഓൾ ഓഫ് ദ പീപ്പിൾ ലൈക്ക് അനീഷ്, എല്ലാവർക്കും പ്രോഗ്രസീവ് ടെക്കീസ് എവരിവർക്കും താങ്ക് യു ഫോർ ഹാവിങ് അസ് ഹിയർ ആൻഡ് താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി.